ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ടിപ്സോ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. നമുക്ക് യൂട്യൂബ് വീഡിയോ എടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു സാധനം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ട്രൈപോഡാണ് കേട്ടോ. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം 2.5 വർഷം ആകാൻ പോകുന്നു. പക്ഷെ ഇതുവരെ ആയിട്ടും ട്രൈപോഡോ കാര്യങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. എന്താണ്, ആകെ ഉള്ളത് ഒരു മൊബൈൽ മാത്രമാണ്. അപ്പൊ എന്റെ ഒരു വാശിയായിരുന്നു കേട്ടോ, യൂട്യൂബിൽ നിന്നും ചെറിയൊരു വരുമാനമാണെങ്കിലും കിട്ടിയിട്ട് ട്രൈപോഡ് വാങ്ങുള്ളൂ എന്നത്. അപ്പോൾ നമുക്ക് ട്രൈപോഡിന് അത്ര വലിയ റേറ്റ് ഒന്നും ആകില്ല. 200 രൂപ, 150 രൂപ അങ്ങനെ ഉള്ള റേഞ്ചിലൊക്കെ ഉണ്ട് ചെറിയ ചെറിയ ട്രൈപോഡുകൾ. അപ്പൊ എനിക്ക് വാങ്ങിക്കായിരുന്നു, പക്ഷെ ഞാൻ വാങ്ങിച്ചില്ല. ഒരു വാശിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പോയ വീഡിയോയിലൊക്കെ എനിക്ക് റവന്യൂ ചെറിയൊരു ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ എനിക്ക് റവന്യൂ കിട്ടിയ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ $100 റവന്യൂ ആണ് എനിക്ക് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 8-നും 9-നും ഇടയ്ക്കായിരുന്നു, ചെറിയൊരു തുകയാണ്. അപ്പൊ നമ്മൾ ഈ 2 വർഷത്തിൽ കൂടുതൽ വീഡിയോ ഇട്ടിട്ടാണ് ഈ ഒരു സംഖ്യ കിട്ടിയത്. പക്ഷെ എന്റെ ചെറിയൊരു ചാനലായതുകൊണ്ടാണ് ഇത്രയും വൈകിയത്. എന്റെ വ്യൂസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, വളരെ ചുരുക്കം വ്യൂസേ ഉള്ളൂ. അപ്പോൾ നല്ല നല്ല വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന ചാനലാണെങ്കിൽ നല്ല എമൗണ്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഞാൻ അതൊന്നും അല്ല പറയുന്നത്. അപ്പൊ ഞാൻ ട്രൈപോഡ് വാങ്ങിച്ച വിവരം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത്. ഞാൻ വളരെ ചെറിയൊരു എമൗണ്ട് കൊടുത്തിട്ടാണ് ട്രൈപോഡ് വാങ്ങിച്ചത്. ചെറിയൊരു എമൗണ്ട് എന്ന് പറയുമ്പോൾ 300 സംതിങ് ആകും കേട്ടോ. 399 രൂപയായിരുന്നു. അപ്പോൾ ഓരോ സമയത്തും അത് റേറ്റ് മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട് കേട്ടോ, നമ്മൾ ഓർഡർ ചെയ്യുന്നതിനനുസരിച്ചിട്ട്. അപ്പോൾ ഇപ്പോൾ ഏകദേശം 400 കടന്നെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ 2-3 ദിവസമായി വാങ്ങിയിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ, താല്പര്യമുള്ളവർ നോക്കുക. അപ്പൊ 4.2 ഒക്കെ ഉണ്ട് സ്റ്റാർ, അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. അപ്പൊ ഞാൻ ചെറിയൊരു എമൗണ്ട് നോക്കിയതാണ്. കുറച്ച് അത്യാവശ്യം നമുക്ക് എടുക്കാനും കുഴപ്പമില്ലാതെ ഹൈറ്റ് ഒക്കെ ഉണ്ടായിരിക്കണം എന്ന് നോക്കിക്കൊണ്ടാണ് ഞാൻ എടുത്തത് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം നമ്മുടെ ഹൈറ്റിനേക്കാളും നല്ല ഹൈറ്റ് ഉണ്ട്. 6 ഇഞ്ച് ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. സോറി, 6 ഇഞ്ചല്ല, അതിന്റെ കറക്റ്റ് ആയിട്ട് ഡീറ്റെയിൽ എനിക്ക് അറിയില്ല. ഇതിന്റെ ആധികാരികമായിട്ട് പറയാനൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. എങ്കിലും എനിക്ക് ഓപ്പൺ ചെയ്യാൻ തന്നെ അറിയില്ല. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ട്രൈപോഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എങ്കിലും ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ആദ്യമായിട്ട് ട്രൈപോഡ് യൂസ് ചെയ്യുന്നവരൊക്കെ ഒരുപാട് പേരുണ്ടാവും, ചിലപ്പോൾ വാങ്ങിക്കാത്തവരുണ്ടാവും. അപ്പോൾ സാധാരണ മൊബൈലിലൊക്കെ എടുക്കുന്നവരുണ്ടാവും, എനിക്കറിയാം. അപ്പൊ ഞാൻ കുറെ കണ്ടിട്ടൊക്കെ ഉണ്ട് ട്രൈപോഡ് യൂസ് ചെയ്യാതെ പല സാധനങ്ങളും വെച്ച്. ഞാനും ഇതുവരെയും പല സാധനങ്ങളും വെച്ചുമാണ് എന്താണ് ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ, വീഡിയോസ് ആണെങ്കിലും ഒക്കെ എടുത്തു വന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ഹൈറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ സെൽഫി എടുക്കാനും ഇതൊക്കെ പറ്റും. റിമോട്ട് സെൽഫിയാണ് ഇതിന്റെ ഇതെന്ന് പറയുന്നത്. കേട്ടോ, ഇതിന്റെ പിക്ചർ, ഇതിന്റെ ബ്രോഷറൊക്കെ ഉണ്ട് കേട്ടോ, വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് ആക്കി കാണിച്ചു തരാം. എനിക്കിതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാനൊന്നും അറിയില്ല കേട്ടോ. അറിയുന്നവരൊക്കെ ഉണ്ടാവും, ഒരുപാട് പേരില്ലേ. എന്താ പറയാ, മോണിറ്റൈസേഷൻ ആകാത്ത മുമ്പ് തന്നെ എന്താണ് ഇതൊക്കെ എടുത്തവരുണ്ടാവും. സെൽഫി സ്റ്റിക്കും ട്രൈപോഡൊക്കെ അല്ലെ. അപ്പൊ എല്ലാവരുടെയും ട്രൈപോഡ് ഉണ്ടെങ്കിൽ ഏത് ട്രൈപോഡാണ് യൂസ് ചെയ്യുന്നതെന്ന് പറയണം കേട്ടോ. നല്ല നല്ല വില കൂടിയ ട്രൈപോഡുകളൊക്കെ ആയിരിക്കില്ല യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോ ഇതിനെ പൊട്ടിക്കും തോന്നുന്നു കേട്ടോ. എനിക്ക് മോനാണ് കൂടുതലും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് കയ്യിൽ അധികം കിട്ടാറില്ല. ഇത് ഭയങ്കര ടൈറ്റ് ആണ് കുറച്ചിട്ടോ. ഇതിന് വലിച്ച് പൊട്ടിക്കും. ഇപ്പൊ ഒരുവിധം വലിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ. കണ്ടില്ലേ, അതാണ് പ്രസ് ചെയ്ത് വലിക്കണത്. പൊട്ടിക്കഴിഞ്ഞാല് കഴിഞ്ഞു ഇതിന്റെ പണി. അപ്പൊ ഇതായിട്ട് നല്ല ഹൈറ്റിൽ വരുന്നത് മോന്റെ കളിക്കലാണ് കേട്ടോ. അപ്പൊ നമുക്ക് ആവശ്യത്തിന് ഇങ്ങനെ നല്ല ഹൈറ്റ് ഒക്കെ വരുത്താൻ ഹൈറ്റ് ഏകദേശം നല്ല ഹൈറ്റ് ഉണ്ട്. ഹൈറ്റ് നോക്കിയിട്ടാണ് ഞാൻ എടുത്തത്. നല്ല ഹൈറ്റ് ഉണ്ട്, ഏകദേശം കണ്ടില്ലേ. നമുക്ക് കാണിച്ചു കഴിയുമ്പോൾ നല്ല ഹൈറ്റ് ഉണ്ട്. 3 അടി, ഏകദേശം 2.5 അടി കൂടുതലുണ്ട് കേട്ടോ. അപ്പൊ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോ ഇതിങ്ങനെ എടുക്കാം. പക്ഷെ ഇതിന്റെ ഒരു ഡീഫോൾട്ട് എന്ന് പറയുമ്പോൾ നന്നായിട്ട് കാറ്റൊക്കെ വരുമ്പോല്ലേ
ഒന്ന് ആട് നിന്നിട്ടുണ്ട് കേട്ടോ. പുറത്തിങ്ങനെ വെക്കുമ്പോൾ എനിക്ക് മൊബൈൽ താഴെ വീഴുമെന്നൊരു പേടി. പുറത്ത് കൊണ്ടുപോയിട്ട് എടുക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ഒരു വീഡിയോ ആണ് എടുത്തിട്ടുള്ളത് ഇത് വെച്ചിട്ട് കേട്ടോ. ഇന്നലെ ഇട്ട മഷ്റൂമിന്റെ വീഡിയോ ആണ് ഞാൻ എടുത്തത് കേട്ടോ. ജസ്റ്റ് ക്ലിയർ ഉണ്ടോ നോക്കാൻ വേണ്ടിട്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് സെൽഫി ഒക്കെ എടുക്കാം. ഇതിന് ഞാൻ വിചാരിച്ചു ഇതില്ലേ ഇങ്ങനെ റൗണ്ടിൽ തിരിയുന്നുണ്ടാ, പക്ഷെ നമുക്ക് അങ്ങനെ തിരിക്കാനൊന്നും പറ്റുന്നില്ല. ജസ്റ്റ് സെൽഫി ഇങ്ങനെ വെച്ചിട്ട് സെൽഫി എടുക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഇതുണ്ട് കേട്ടോ, ഇതിന്റെ ഇതുണ്ട് മറ്റേത് സെൽഫി എടുക്കാൻ വേണ്ടിട്ട് തോന്നാവുന്നില്ല. മോനോ കളിച്ച് അതിന്റെ ലൈറ്റ് ഓഫായി അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇങ്ങനെ വെച്ച് സെൽഫി എടുക്കാം കേട്ടോ. സെൽഫി എടുക്കാം. പിന്നെ എന്ന് പറയുന്നത് ഇത് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് മറ്റേ ഇതെടുക്കാം. ഇങ്ങനെ വെച്ചിട്ട് വെർട്ടിക്കലും ഹൊറിസോണ്ടലായിട്ടും എടുക്കാം കേട്ടോ. അത്ര നമ്മൾ വെർട്ടിക്കൽ എടുക്കുമ്പോൾ ഷോർട്സ് ആവും, ഹൊറിസോണ്ടൽ എടുക്കുമ്പോൾ വീഡിയോ. അതറിയാമല്ലോ എല്ലാവർക്കും. ഹൊറിസോണ്ടലായിട്ട് നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏത് ട്രൈപോഡ് അല്ലെങ്കിൽ ഏത് സെൽഫി സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നതെന്ന് കമന്റ് ചെയ്യുക. നല്ല വില കൂടിയ സെൽഫി സ്റ്റിക്കും ട്രൈപോഡൊക്കെ ആയിരിക്കുമല്ലോ എല്ലാവരും യൂസ് ചെയ്യുന്നത്. നല്ല റേറ്റ് ഉള്ളതും ഉണ്ട് അല്ലേ, ഏകദേശം 10,000 അതിൽ കൂടുതൽ റേറ്റ് ഉള്ളതുണ്ട്. ഓരോ റേറ്റിനനുസരിച്ചുണ്ട്. നമ്മൾ സാധാരണക്കാർക്ക് ഏകദേശം 500 താഴെ വരുന്ന ഇതൊക്കെയാണല്ലോ വാങ്ങിക്കാൻ പറ്റുക. ചിലവരൊക്കെ വില കൂടിയത് വാങ്ങിക്കാറുണ്ട് അല്ലേ. അപ്പൊ എനിക്കറിയില്ല കേട്ടോ. എനിക്ക് ഇതില് വലുതായിട്ട് എന്താണ് കാശ് ഇറക്കാനൊന്നും താല്പര്യമില്ല കേട്ടോ. കാരണം നമ്മള് എന്താ പറയാ, ഇത് സാധാരണ നമുക്ക് ഫോട്ടോയും വീഡിയോസ് ഒക്കെ എടുത്താൽ പോരെ. സാധാരണ ഒരു ട്രൈപോഡ് മതിയാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോ ഇതുകൊണ്ട് പറ്റുമെന്ന് വിചാരിക്കുന്നു. എത്രത്തോളം നിൽക്കുന്ന അറിയില്ല. മോന്റെ കയ്യിലിരിക്കും പോലെ ഇരിക്കും. മോന് സ്കൂൾ വിട്ട് വന്നതുകൊണ്ട് ഞാൻ ഇരുന്നവിടെ എണീറ്റ് വേറൊരു റൂമിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പൊ അവിടെ ബഹളവും കാര്യങ്ങളൊക്കെയാണ്. അവൻ TV ഓൺ ചെയ്യും, അതുകൊണ്ടാണ്. അപ്പൊ ഇത്ര ഹൈറ്റ് ഉണ്ട് കേട്ടോ, കണ്ടില്ലേ, നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പൊ ഇത് നമുക്ക് ഫോൾഡ് ചെയ്ത് ബാഗിലിട്ട് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയിട്ട് നമുക്ക് സെൽഫി ആണെങ്കിൽ സെൽഫി, അല്ലെങ്കിൽ വീഡിയോ ആണെങ്കിൽ വീഡിയോ, എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോ ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. എനിക്കിതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലെ. അപ്പൊ എന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പൊ ഞാൻ ഇതിനു മുമ്പ് ഏകദേശം 95-ൽ കൂടുതൽ യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ചേർത്ത് ഞാൻ പ്ലേലിസ്റ്റ് ആക്കി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിനായിരിക്കും കൂടുതലും യൂസ്ഫുൾ ആയിരിക്കുക. അപ്പോൾ താല്പര്യമുള്ളവര് അതുകൂടെ കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്കും കമന്റും ഷെയറും ഹൈപ്പും പിന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ കാണാം കേട്ടോ. ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഞാനിടുന്ന ഓരോ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാൻ വരും. ഓക്കെ, ബൈ, താങ്ക് യു.